എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിട്ട് വനിതാ ഉത്സവ് എന്ന് പറഞ്ഞിട്ട് വനിതയുടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ഈ മാസം 10-ാം തീയതി വരെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് 50 രൂപയാണ്. അപ്പോൾ നമുക്ക് റിട്ടേൺ ഗിഫ്റ്റ് പോലെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ചന്ദനത്തിരിയും പിന്നെ വെളിച്ചെണ്ണയുടെ ഒരു ചെറിയ ബോട്ടിലോ പാരച്യൂട്ടിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. മൊത്തം AC ആണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ ബ്രാൻഡും ഇതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഫർണിച്ചറായാലും സോളാർ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, വാഹനങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഇതിനൊക്കെ ഓഫറും ഉണ്ട്. ആ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മളിത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എന്തോ ഒരു ഓഫറിൽ കയറിയിട്ട് നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് കിട്ടും കേട്ടോ, എത്ര ഒരു മാസത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞങ്ങളത് വലുതായിട്ട് അന്വേഷിച്ചിട്ടില്ല. ഞങ്ങൾ സോളാറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പോന്നു. പിന്നെ ഈ ചെരുപ്പൊക്കെ കണ്ടോ, നല്ല വിലയുണ്ട്, നല്ല കളക്ഷനും ഉണ്ട്. അപ്പം ഞാൻ ചെരുപ്പൊന്നും വാങ്ങാൻ നിന്നില്ല. പിന്നെ ഞാൻ 2 കമ്മലൊക്കെ വാങ്ങിട്ടോ, ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കമ്മലൊക്കെ ഉണ്ടായിരുന്നു. കമ്മലിനൊക്കെ അത്യാവശ്യം നല്ല വില കുറവാണ്. പിന്നെ എനിക്ക് തോന്നിയത് കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾക്കൊക്കെ നല്ല വില കുറവായിരുന്നു. ഇത് കണ്ടോ, ഇതെന്താണിത്? അച്ചാറാണെന്ന് മനസ്സിലായി, പക്ഷേ ഇത് എന്തിൻ്റെ അച്ചാറാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവർ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നോ എന്നൊക്കെ ചോദിച്ചു, പക്ഷേ വാങ്ങിയില്ല. അത് കണ്ടിട്ട് എന്തോ ഒരു പോലെ തോന്നി. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആട്ടോ സെയിൽ ചെയ്യുന്നത്. അവരാണ് കൂടുതലായിട്ടും അവിടെ സെയിൽ ചെയ്യാനായിട്ട് ഉള്ളത്. പിന്നെ കാർപ്പറ്റ്സ്, കോട്ടൻ്റെ കുറേ ഡ്രസ്സിൻ്റെ കളക്ഷൻസ്, ബെഡ്ഷീറ്റ്, സോഫ കവർ അടിപൊളിയായിരുന്നു കേട്ടോ, കോട്ടൻ്റെ കളക്ഷൻസൊക്കെ. പിന്നെ ഇത് കണ്ടോ, ഈ പേഴ്സിൽ എന്താ ഇടാൻ പറ്റുക എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ബാഗിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. പിന്നെ വില കുറവായിട്ട് എനിക്ക് തോന്നിയത് ഈ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവായിരുന്നു. പിന്നെ ഫോണിൻ്റെ കേസ്, കവറ്, പിന്നെന്താണ് അതിൻ്റെ ഗ്ലാസ് മാറ്റുക, അതിനൊക്കെ നല്ല വില കുറവുണ്ടായിരുന്നു. പിന്നെ കുടുംബശ്രീൻ്റെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പേരിരുന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല. പിന്നെ ഇവിടെ ഡാൻസ്, പാട്ട് അങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ ബജി കഴിച്ചു. പിന്നെ ഈ എറിയുന്ന ഈ സാധനമില്ലേ, അതൊക്കെ എറിഞ്ഞ് നോക്കി, ഒന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അധികം തിരിഞ്ഞ് നിൽക്കാതെ അവിടുന്ന് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത് കലൂർ ജംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇത് നമുക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. ഈ പാരച്യൂട്ടിൻ്റെ ഈ ഒരു ചെറിയ ബോട്ടിൽ, ഈ ചന്ദനത്തിരിയിൽ 6 ചന്ദനത്തിരി ആയിട്ടുള്ളത് ആ ഒരു പാക്കറ്റിൽ. ഇത് ഞാൻ കുടുംബശ്രീൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ചേച്ചീൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചാണ്. 35 രൂപയാട്ടോ ആ ഒരു ചിരട്ടക്കാലിനായത്. ഇതിന് 100 രൂപ ആയിട്ടുണ്ട്. ഞാൻ കുറേ കാലമായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനമാണത്. ഇത് പിന്നെ ഹൽവയാണ്, ഏട്ടന് വേണ്ടി വാങ്ങിച്ചതാണ്. ഈ കിവിയും പച്ചമുളകും ആണ്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ 2 കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കളറ് പോകൂല എന്നൊക്കെയാണ് പറഞ്ഞത്. ഉപയോഗിച്ച് നോക്കട്ടെ, ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ വാങ്ങിച്ചത് മുൾത്താനി മിട്ടിയുടെ ഒരു സോപ്പ്, മുൾത്താനി മിട്ടി, കറ്റാർവാഴ, മഞ്ഞളൊക്കെ ആയിട്ടുള്ളൊരു സോപ്പാണ്. അപ്പോൾ ഇത് ഫേഷ്യൽ സോപ്പാണ് കേട്ടോ. അത് നമ്മൾ ആദ്യം യൂസ് ചെയ്തിട്ട് പിന്നെ ഈ ഫെയർനെസ് ജെല്ല് ഉപയോഗിച്ചിട്ട് കിടക്കാനാണ് പറഞ്ഞത്. റിസൾട്ട് നോക്കട്ടെ. അപ്പോൾ